നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നിരുന്നു CPM. പതിവായി മത്സരിക്കുന്നവരെ ഒഴിവാക്കി. പുതുമുഖങ്ങളെ കൂടുതൽ കളത്തിലിറക്കിയുള്ള പരീക്ഷണം വിജയം കാണുകയും ചെയ്തു. എന്നാൽ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു ചിത്രമാണ് ഉരുത്തിരിയുന്നത്. നിർണായകമായ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കരുത്തന്മാരുടെ പോരാട്ടവേദിയാക്കി മാറ്റാനാണ് CPMന്റെയും CPIയുടെയും ശ്രമം. മുതിർന്ന നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കി വിജയസാധ്യത പരീക്ഷിക്കുകയാണ് CPM. വിജയം മാത്രം മാനദണ്ഡമാകുമ്പോൾ CPMൽ നിന്നും മുതിർന്ന നേതാക്കൾ മത്സരിക്കാൻ കളത്തിലിറങ്ങും. ദേശീയ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്ന് തന്നെയാണ് പാർട്ടി കേന്ദ്ര ഘടകം കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നത്. കേന്ദ്രത്തിൽ കേരളത്തിന്റെ ശബ്ദമുയർത്താൻ സ്വന്തം MPമാർ വേണമെന്നാണ് പിണറായി വിജയന്റെ പക്ഷം. അതുകൊണ്ട് തന്നെ വിജയസാധ്യത മുന്നിൽ നിർത്തിയുള്ള നീക്കങ്ങളിലേക്കാണ് പാർട്ടി കടക്കുന്നത്. ദേശീയ തലത്തിൽ പാർട്ടിയുടെ സ്വാധീനവും പ്രസക്തിയും ഉറപ്പാക്കാനും അത് അത്യാവശ്യമാണ്. പാർട്ടി വർഷങ്ങളായി അടക്കിവച്ചിരുന്ന ബംഗാൾ, ത്രിപുര സംസ്ഥാനങ്ങളിൽ അമിത പ്രതീക്ഷ പാർട്ടിക്കില്ല. ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിൽ 2 സീറ്റിൽ വിജയിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. തെലങ്കാനയിൽ 1 സീറ്റിൽ മത്സരിക്കാൻ കഴിയും. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് പരമാവധി MPമാർ എന്ന ലക്ഷ്യത്തിലാണ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകുന്നത്. അതിന് ചില നീക്കുപോക്കുകൾ ആവശ്യമെന്ന് നേതൃത്വം വിലയിരുത്തുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചരണത്തിലും അത് പ്രതിഫലിക്കും. മുതിർന്ന നേതാക്കളിൽ ചിലരുൾപ്പെടെ സ്ഥാനാർത്ഥികളാകുമെന്നാണ് ഊഹാപോഹം. PB അംഗം A. വിജയരാഘവൻ, മുൻ മന്ത്രിമാരായ KK ശൈലജ, AK ബാലൻ, TM തോമസ് ഐസക് എന്നിവരുടെ പേരുകൾ ചർച്ചയിലുണ്ട്. മത്സരത്തിനില്ലെന്ന നിലപാടിലാണ് ഇവർ ചിലരെങ്കിലും പാർട്ടി തീരുമാനത്തിന് വഴിപ്പെടേണ്ടി വരും. KK ശൈലജയെ കണ്ണൂരിലേക്കും A. വിജയരാഘവനെ പാലക്കാട്ടേക്കുമാണ് പരിഗണിക്കുന്നത്. ആലത്തൂരിൽ AK ബാലൻ മത്സരിക്കണമെന്നാണ് അഭിപ്രായം. ഐസക് ഇതിനോടകം തന്നെ പത്തനംതിട്ടയിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. കടകംപള്ളി സുരേന്ദ്രനെ ആറ്റിങ്ങലിൽ ഇറക്കാൻ നീക്കമുണ്ടെങ്കിലും കഴക്കൂട്ടത്ത് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് ഭീഷണിയാണ്. M. സ്വരാജിനെയും പാലക്കാട്ട് മണ്ഡലത്തിലേക്കാണ് പരിഗണിക്കുന്നത്. ചാലക്കുടിയിൽ ഒരു നടിയെ മത്സരിപ്പിക്കാൻ CPM ശ്രമിക്കുന്നുണ്ടെന്ന വാർത്തകൾ ഉണ്ട്. കൊല്ലത്ത് 2 MLAമാരും ചിന്താ ജെറോമും പരിഗണനയിലുണ്ട്. ആലപ്പുഴയിൽ ആരിഫ് മാറില്ലെന്ന് കരുതുന്നവർക്ക് മുൻതൂക്കമുണ്ടെങ്കിലും ജില്ലാ കമ്മിറ്റിക്ക് തോമസ് ഐസക്കിനെ മത്സരിപ്പിക്കാൻ താൽപ്പര്യമുണ്ട്. കോഴിക്കോട്ട് DYFI നേതാവ് V. വസീഫിന്റെ പേരാണ് പരിഗണനയിൽ ഉള്ളത്. CPIയും ഇക്കുറി അരയും തലയും മുറുക്കി കളത്തിലുണ്ട്. ശക്തമായ ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന തൃശൂർ VS സുനിൽകുമാർ ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. എക്കാലത്തും തലവേദനയായ തിരുവനന്തപുരം മണ്ഡലത്തിൽ പന്ന്യൻ രവീന്ദ്രൻ അവസാന ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്. വയനാട്ടിലാണെങ്കിൽ ഊഹങ്ങൾക്കപ്പുറത്തെ സസ്പെൻസ് ഇട്ട് ഒഴിഞ്ഞു മാറുകയാണ്. CPI നേതാക്കൾ ഇതുതന്നെയാണ് അവിടെ ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നടന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗം ദേശീയ തലത്തിൽ സ്വീകരിക്കേണ്ട തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സമീപനമാണ് ചർച്ച ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം നടക്കുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് LDF 1 സീറ്റിൽ ഒതുങ്ങി. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴില്ലെന്നാണ് പാർട്ടി നിരീക്ഷണമെങ്കിലും സർക്കാരും പാർട്ടിയും നേരിടുന്ന പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്നത് ചർച്ചയിലുണ്ട്. പ്രധാനമായും ശബരിമലയും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോഴുണ്ടായ രാഷ്ട്രീയ അന്തരീക്ഷവും ഉൾപ്പെടെ ചില സവിശേഷ ഘടകങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൂട്ടത്തോൽവിക്ക് വഴിയൊരുക്കി. അപ്രതീക്ഷിതവും അസാധാരണവുമായ രാഷ്ട്രീയ വികാസമാണ് അന്നുണ്ടായതെന്ന് നേതാക്കൾ പറയുന്നു.